നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പവും സ്വർണ്ണപ്പാളികളും ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. പ്രമുഖ ചലച്ചിത്ര താരം ജയറാമിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതോടെയാണ് കേസിലെ ഗൂഢാലോചനയുടെ പുതിയ തലങ്ങൾ പുറത്തുവരുന്നത്. ശബരിമലയിലെ സ്വർണ്ണം പൂശൽ ജോലികളുടെ മറവിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൃത്യമായ ധാരണയോടെയാണ് കേന്ദ്ര ഏജൻസി നീങ്ങുന്നത്. ജയറാമിനെ ചോദ്യം ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥരുടെ പക്കൽ വ്യക്തമായ ചോദ്യാവലികൾ ഉണ്ടായിരുന്നുവെന്നും ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങളും ശില്പങ്ങളും സ്വകാര്യ വ്യക്തികളുടെ വീടുകളിൽ എത്തിച്ചതിലെ ദുരൂഹത നീക്കാനാണ് പ്രധാനമായും ശ്രമിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണ്ണം പൂശാനെന്ന വ്യാജേന പുറത്തു കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ജയറാമിനെ പോലെയുള്ള പ്രമുഖരുടെ വീടുകളിൽ എത്തിച്ച് പൂജകൾ നടത്തിയത് വെറുമൊരു ഭക്തിയുടെ ഭാഗമല്ലെന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. സാധാരണഗതിയിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്ന വിഗ്രഹമോ ശില്പമോ നിശ്ചിത കേന്ദ്രത്തിൽ എത്തിച്ച് പണി പൂർത്തിയാക്കി തിരികെ എത്തിക്കുകയാണ് പതിവ്. എന്നാൽ ഈ കേസിൽ 39 ദിവസത്തോളമാണ് ശില്പം പുറത്തുവച്ചത്. ഇത്രയും കാലയളവിൽ അമിത ഈശ്വരവിശ്വാസികളായ കോടീശ്വരന്മാരുടെ പട്ടിക തയ്യാറാക്കി അവരുടെ വീടുകളിൽ ശില്പം എത്തിച്ച് പ്രത്യേക പൂജകൾ നടത്തി കോടിക്കണക്കിന് രൂപ പ്രതിഫലമായിട്ട് കൈപ്പറ്റിയെന്നാണ് ഇ ഡി സംശയിക്കുന്നത്. തട്ടിപ്പുകാർ അവർ പൊതുവെ സ്വീകരിക്കുന്ന ഇത്തരം രീതികൾ ശബരിമലയുടെ പേരിൽ നടന്നത് അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നോക്കിക്കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിക്ക് മാത്രമായി ഇത്രയും വലിയൊരു തട്ടിപ്പ് ആസൂത്രണം ചെയ്യാനോ നടപ്പിലാക്കാനോ കഴിയില്ലെന്ന് ഇ ഡി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കർശനമായ നിയന്ത്രണത്തിലുള്ള ഒരു ശില്പം പുറത്തു കൊണ്ടുപോയി മാസങ്ങളോളം സ്വകാര്യ വ്യക്തികളുടെ വീടുകളിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ അതിന് ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഉന്നതതലത്തിലുള്ള പിന്തുണ വളരെ ആവശ്യമാണ്. അതിനാൽ തന്നെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടക്കമുള്ള പ്രമുഖർക്ക് ഈ ബിസിനസ് തന്ത്രത്തിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് ജയറാമിൽ നിന്നും ഇ ഡി ഇപ്പോൾ ചോദിച്ചറിയുന്നത്. ഇത്തരത്തിൽ ശില്പം വീട്ടിലെത്തിച്ചതിന് പ്രതിഫലമായിട്ട് എത്ര തുക നൽകി എന്നതിനെക്കുറിച്ചും ഈ പണം ആരുടെയൊക്കെ കൈകളിലേക്കാണ് എത്തിയതെന്നതിനെക്കുറിച്ചും താരം നിർണായകമായ മൊഴികൾ നൽകിയതായിട്ടാണ് സൂചന. ശബരിമല പോലെയുള്ള ഒരു പുണ്യസ്ഥലത്തിൻ്റെ പേരിൽ നടന്ന തട്ടിപ്പിനെക്കുറിച്ച് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ താൻ ബാധ്യസ്ഥനാണെന്ന നിലപാടാണ് ജയറാം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ജയറാം ആകട്ടെ ശബരിമല മലയാളികളുടെയും ഓരോ ഭാരതീയൻ്റെയും വലിയൊരു വികാരമാണെന്നും അവിടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സത്യം പുറത്തു വരാൻ താൻ അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുമെന്നും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താനൊരു മലയാളി എന്ന നിലയിൽ സത്യത്തോടൊപ്പം നിൽക്കുമെന്ന ജയറാമിൻ്റെ ഉറച്ച പ്രസ്താവന പല രാഷ്ട്രീയ നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നതാണ്. ജയറാമിൻ്റെ മൊഴികളിൽ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, വാസു തുടങ്ങിയവരുടെയൊക്കെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അതേപടി ഇ ഡിയോട് താരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭരണപക്ഷമായിട്ടുള്ള CPM-ന് വലിയ തിരിച്ചടിയാകും ഉണ്ടാക്കുക. ഉന്നതരായ വ്യക്തികളുടെ പേര് പറയാൻ തനിക്ക് ഭയമില്ലെന്ന നിലപാടാണ് ജയറാം സ്വീകരിച്ചിരിക്കുന്നത്. പവിത്രമായ ഒരു ശില്പം അത് ഒരു വിപണന വസ്തുവാക്കി മാറ്റി കോടികൾ സമ്പാദിച്ച സംഘത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങളെ കണ്ടെത്തുക എന്നതിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നത്. ചുരുക്കത്തിൽ ശബരിമലയിലെ സ്വർണം പൂശൽ ജോലി കേവലം ഒരു അറ്റകുറ്റപ്പണിയല്ല, മറിച്ച് കോടികളുടെ അഴിമതിക്കുള്ള മറയായിരുന്നുവെന്ന് ഈ പുതിയ നീക്കങ്ങൾ സൂചിപ്പിക്കുകയാണ്. വിഗ്രഹങ്ങൾ അത് വീടുകൾ തോറും എത്തിച്ച് പണം തട്ടുന്ന തന്ത്രത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു വരുന്നതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. പണം നൽകിയ പ്രമുഖരുടെ പട്ടികയും ആ പണം കൈപ്പറ്റിയ രാഷ്ട്രീയക്കാരുടെ വിവരങ്ങളും ഇ ഡി ശേഖരിച്ചു കഴിഞ്ഞു. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്നും സ്വർണ്ണക്കൊള്ള കേസിലെ യഥാർത്ഥ പ്രതികൾ ഉടൻ നിയമത്തിന് മുന്നിൽ എത്തുമെന്നുമാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്.